ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. കോൺഗ്രസ് നേതാവ് ബിജെപിയിൽ ചേർന്നു. പട്ടാമ്പി വള്ളൂർ സ്വദേശി VK ജയലക്ഷ്മിയാണ് ബിജെപിയിൽ ചേർന്നത്. ഷൊർണൂർ NDA സ്ഥാനാർത്ഥി ശങ്കുട്ടിദാസിന്റെ കുടുംബയോഗത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ജയലക്ഷ്മിയെ സ്വീകരിച്ചു. കോൺഗ്രസിൽ നിന്ന് നേരിട്ടത് മോശം അനുഭവമെന്ന് ജയലക്ഷ്മി പ്രതികരിച്ചു. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ഫോട്ടോ വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലും സ്റ്റോറി ഇട്ടതിന്റെ പേരിൽ തന്നെയും കുടുംബത്തെയും കോൺഗ്രസ് നേതാക്കൾ അധിക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പിന്നെ ഒരുപാട് പട്ടാമ്പിയിൽ തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള കോൺഗ്രസിന്റെ UDFന്റെ ഒക്കെ ഗ്രൂപ്പുകളിലൊക്കെ ആഡായിരുന്നു. അതിൽ കാണുന്ന കുറേ മെസ്സേജുകളും നമ്മളിനെ മറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലേക്ക്, അതായത് ഈ മെസ്സേജുകൾ വരുമ്പോൾ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു മതേതര പാർട്ടി എന്നാണ് നമ്മൾ അങ്ങനെ വിശ്വസിച്ചാണ് അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഹിന്ദുവുണ്ട്, മുസ്ലിമുണ്ട്, ക്രിസ്ത്യനുണ്ട്, ഏത് മതം ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അങ്ങനെ നിൽക്കണം. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളും ഈ മേഖലകളിൽ നിന്നൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അതുപോലെ തന്നെയാണ് എല്ലാവരെയും കാണുന്നത്. ആ ഒരു സ്വാതന്ത്ര്യത്തിൽ നമ്മളോടും തിരിച്ചിട്ട് കാണണം. ഞാനൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലോ അല്ലെങ്കിൽ അയാളുടെ ഇതിലോ ഇടപെടാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. നമ്മളോട് തിരിച്ച് ഞാൻ ഈ കുറി തൊട്ടതിന്, ഈ സ്റ്റാറ്റസ് ഇട്ടതിന്, അല്ലെങ്കിൽ നമുക്കൊരു സുഹൃബന്ധം പാടില്ലാത്ത രീതിയിൽ അയോധ്യയുടെ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന സമയത്ത് ഒരു ദീപം തെളിയിച്ച് സ്റ്റാറ്റസ് ഇട്ടതിന്, ഇതിനൊക്കെ വളരെ മോശമായ പ്രതികരണങ്ങൾ ലഭിച്ചതോടു കൂടിയിട്ട് ഞാൻ എൻ്റെ ഭാഗം മാറ്റിവെക്കാൻ തീരുമാനിച്ചു. പട്ടാമ്പിയിലെ സജീവ കോൺഗ്രസ് പ്രവർത്തകയായ VK ജയലക്ഷ്മി 2020 തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പട്ടാമ്പി നഗരസഭ ഡിവിഷൻ 3 UDF സ്ഥാനാർത്ഥിയായിരുന്നു. 2 വർഷവും 2 മാസത്തിനും മുമ്പ് നടന്ന എൻ്റെ മകളുടെ കല്യാണത്തിനൊരു സന്തോഷത്തോടെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിടത്താണ് ശ്രീമതി ജയലക്ഷ്മി അനഭിമതയായത്. ഇത് എവിടുത്തെ രാഷ്ട്രീയമാണ്? ഇത് ഏത് ജനാധിപത്യത്തിലാണ് നിങ്ങൾ ഈ രാഷ്ട്രീയം വെച്ച് കളിക്കുന്നത്? ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.